ചക്ക ധാരാളമായി കിട്ടുന്ന സമയത്ത് അത് കേടാക്കി കളയാതെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചക്ക ഹൽവ തയ്യാറാക്കാം. ഇതിനായിട്ട് നമുക്ക് നല്ല പഴുത്ത ചക്കയാണ് ആവശ്യമായിട്ടുള്ളത്. ചക്കയുടെ കുരുവെല്ലാം നീക്കം ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കണം. ആ ഒരു സമയത്ത് തന്നെ മധുരത്തിന് ആവശ്യമായ ശർക്കര പാനി കൂടെ തയ്യാറാക്കണം. ചക്കയുടെ അളവിനനുസരിച്ചായിരിക്കണം മധുരത്തിനായിട്ടുള്ള ശർക്കരയും എടുക്കേണ്ടത്. ശർക്കര പാനി നല്ലതുപോലെ അലിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്തിട്ടുള്ള ചക്ക പൾപ്പ് ചേർത്ത് നല്ല പോലെ ഒന്ന് വരട്ടിയെടുക്കണം. ചക്കയിലെ വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതെല്ലാം നല്ല പോലെ വെട്ടി തിളച്ചു വരുന്ന സമയത്ത് കുറച്ച് നാളികേര പാലിലേക്ക് 2 സ്പൂണോളം റവയും കൂടി ചേർത്തിട്ട് വേണം ഇതുപോലെ ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കാനായിട്ട്. മധുരം ബാലൻസ് ആകാനും വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും ശർക്കര കുത്തലോ ഒഴിവാക്കുന്നതിനായിട്ട് 1 സ്പൂൺ പഞ്ചസാരയും ഹൽവ കഴിക്കുമ്പോൾ നല്ലൊരു കടിയൊക്കെ കിട്ടുന്നതിനായിട്ട് കുറച്ച് കാഷ്യൂസും പൊടിച്ചൊന്ന് ചേർക്കാം. ചക്ക നല്ല വറ്റി വരണ്ടു വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് കൂടി ചേർത്തിട്ട് വേണം ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കാനായിട്ടും. ഇനിയിപ്പോ ചക്ക ഹൽവ നല്ല വിട്ട് വരുന്ന പാകമായി കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് ഏലക്കപ്പൊടി കൂടെ ചേർക്കാം. പാനിൽ നിന്നും നല്ലതുപോലെ വിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള നെയ്യെല്ലാം തെളിഞ്ഞു വരുന്ന സമയമായാൽ നെയ്യ് പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൂടി എടുക്കാം. ഇനി ചൂടാറി വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ സ്വാദേറിയ ചക്ക ഹൽവ ഇവിടെ റെഡിയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫുൾ വീഡിയോ കണ്ട് ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.